നമസ്കാരം. അവബോധം എന്നാൽ നിങ്ങൾ പൂർണ്ണനായിരിക്കുക എന്നുള്ളതാണ്. ഇന്നലകളിലല്ല, നാളുകളിലുമല്ല, പക്ഷേ ഇപ്പോൾ, ഇവിടെ, ഈ നിമിഷത്തിലായിരിക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പാതി ഉണർവിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ശരീരം ഇവിടെയാണ്, പക്ഷേ മനസ്സ് ഓർമ്മകളിലും പദ്ധതികളിലും പശ്ചാത്താപങ്ങളിലും സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും പലവിധ വിശ്വാസങ്ങളിലും അലഞ്ഞു നടക്കുന്നു. നമ്മൾ പ്രവർത്തിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മറ്റുള്ളവരുമായി സംസാരിക്കുന്നു, ഇടപഴകുന്നു. ജീവിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ അറിയാതെയല്ലേ? ഇതൊരു ഉറക്കം പോലെയാണ്. ഈ ഉറക്കത്തിൽ നിന്നും ഉണരുക എന്നതാണ് അവബോധം. ഈ നിമിഷത്തിലേക്ക് വീണ്ടും നിങ്ങൾ സൗമ്യമായി തിരിച്ചു വരുന്നു. ഒരു ശ്വാസം എടുക്കുക, അത് അനുഭവിക്കുക. ഒരാശയമായിട്ടല്ല, മറിച്ച് നേരിട്ടുള്ള അനുഭവമായി. പ്രവേശിക്കുന്ന വായു, പുറത്തേക്ക് പോകുന്ന വായു, ഒരു ലളിതമായ അറിവ്. നിങ്ങൾ ശ്വസിക്കുന്നു. ബോധം ചിന്തകളെ, സംവേദനങ്ങളെ, വികാരങ്ങളെ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന വ്യക്തമായ കണ്ണാടിയാണ്. വിധിക്കാതെ കോപം ഉണ്ടാകുമ്പോൾ അവബോധം അതിനെ പ്രതിഫലിപ്പിക്കുന്നു. സന്തോഷം, ദുഃഖം ഇവ ഉണ്ടാകുമ്പോൾ അവബോധം അതും പ്രതിഫലിപ്പിക്കുന്നു. ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് മോശമാണ് എന്ന് പറയാൻ ചിന്തകനും ചിന്തകളും ഇല്ലാത്ത ഒരു അവസ്ഥ. അറിയുന്നവൻ ഇല്ലാതെ അറിയുന്നു. അവബോധം മാത്രമാണുള്ളത്. ആ അറിവ് എല്ലാം മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇനി മുതൽ നിങ്ങൾ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും തടവുകാരനല്ല. നിങ്ങൾ ആകാശം പോലെയാണ്. ചിന്തകൾ വെറും മേഘങ്ങൾ. ചിന്തകൾ വരുന്നു, പോകുന്നു. നിങ്ങൾ സാക്ഷി മാത്രം. ഇതാണ് ധ്യാനത്തിൻ്റെ സാരം. ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുകയല്ല, മറിച്ച് പൂർണ്ണമായും അതിലേക്ക് പ്രവേശിക്കുക. ശീലങ്ങളുടെയോ ആഗ്രഹങ്ങളുടെയോ കണ്ണുകളിലൂടെയല്ല ജീവിതത്തെ കാണേണ്ടത്, മറിച്ച് നേരിട്ടുള്ള ധാരണയുടെ, അതിൻ്റെ പുതുമയിലൂടെ ജീവിതത്തെ കാണുക. ആ അവബോധത്തിൽ ജീവിതം വീണ്ടും ലളിതമാകുന്നു. ഒരു തുള്ളി വെള്ളം, ഒരു പക്ഷിയുടെ വിളി, നിങ്ങളുടെ ചർമ്മത്തിൽ വീടുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂട് എല്ലാം നിശബ്ദമായി അർത്ഥത്തോടെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അവബോധം സ്വാതന്ത്ര്യമാണ്. കാരണം അവബോധം എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. നിങ്ങൾ ബോധമുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തോടും കൃത്യമായി പ്രതികരിക്കാൻ കഴിയും. പകരം വീട്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് നല്ല ഉദ്ദേശത്തോടെ സംസാരിക്കാൻ കഴിയും. ബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. വ്യക്തതയോടെ ജീവിക്കുക. അവബോധമില്ലാതെ നമ്മൾ പാറ്റേണുകൾ ആവർത്തിക്കുന്നു. അവബോധത്തോടെ നമ്മൾ അവയിൽ നിന്നും ഉണരുന്നു. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. ബോധപൂർവമായ ഒരു ശ്വാസം. ഈ നിമിഷത്തിൻ്റെ നിശ്ചലത അനുഭവിക്കുക. ആ നിശ്ചലത ചിന്തകൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ മനസ്സ് കാലത്തിൻ്റെ പുറകെ ഓടുന്നത് നിർത്തുമ്പോൾ അവശേഷിക്കുന്നത് അതാണ്. എന്താണോ ഉള്ളത്. ഇത് അവബോധം. ശുദ്ധം, ലളിതം, സജീവം, വാക്കുകൾക്കതീതം. ഓർക്കുക, പരിശീലനം മറ്റെവിടെയുമല്ല, അതിവിടെയാണ്, ഇപ്പോൾ നിങ്ങളിൽ. അവബോധം ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.